ഒരുപാട് സാധ്യതകളുള്ള ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. 2024 കഴിഞ്ഞു. 2025ലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് ആ സാധ്യതകളെ ഉപയോഗപ്പെടുത്താനായി നമുക്ക് ശ്രമിക്കണം. പല ചോദ്യങ്ങളും നമ്മുടെ ജീവിതങ്ങളിലുണ്ടായിരിക്കാം. എന്നാൽ ആ ചോദ്യങ്ങൾക്ക് പുറകെ പോകാതെ നമുക്ക് നമ്മുടേതായ സാധ്യതകളെ നമുക്ക് പ്രയോജനപ്പെടുത്തുവാനായി കഴിയട്ടെ. യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം പറയുന്നു, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി നിങ്ങൾക്ക് വരുവാൻ ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നതെന്ന്. അത് തിന്മയ്ക്കായിട്ടുള്ളതല്ല, അത് നന്മയ്ക്കായിട്ടുള്ളതത്രേ. നമ്മെക്കുറിച്ച് നല്ലത് ദൈവം നിരൂപിക്കുകയാണ്. അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്കായിട്ടാണ്. അത് നാം ആഗ്രഹിക്കുന്ന ഭാവി അത് നമുക്ക് കിട്ടണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ അനവധി നിൽക്കുമ്പോൾ സാധ്യതകളെ നമുക്ക് പ്രയോജനപ്പെടുത്താം. പല ചോദ്യങ്ങളുണ്ടായിക്കൊള്ളട്ടെ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അവിടെ പറയുന്നതായ അതിൻ്റെ സഭയിൽ പല ചോദ്യങ്ങളുടെ പിറകെ പോയി. അപ്പോൾ ദൈവം പറയുകയാണ്, ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരണമെന്ന്. നമുക്ക് പല ചോദ്യങ്ങളുണ്ടാകാം, ഉത്തരം കിട്ടാത്ത. ഇനി ഉത്തരം കിട്ടണമെന്ന് വാശി പിടിച്ചാലും അതിൻ്റെ ആവശ്യം തന്നെ ഉണ്ടാകത്തില്ല. നമുക്ക് സാധ്യതകളെ തേടിപ്പോകാം. സാധ്യതകൾ നമ്മുടേതായ ഭാവിയിൽ നമുക്ക് എത്തിച്ചേരാം. 2025 എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.